നമസ്കാരം. പുതിയ വീഡിയോ. പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ട ഫോറങ്ങൾ. ഏതൊക്കെ ഫോറങ്ങളാണ് പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അത് ഓഫീസർമാർക്ക് വളരെ സഹായകരമായിരിക്കും. ഏതെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടി പറയും. ഇതിൽ ഞാൻ കൃത്യമായിട്ട് ഫോറങ്ങളും മാത്രമാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇതിൽ ഒരു കവറിനെ പറ്റിയും പറയുന്നില്ല. ഏതൊക്കെ ഫോറങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് റെഡിയാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അടുത്ത വീഡിയോ കവറുകൾ മാത്രമായിട്ട് പറയും. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇത് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഫോറങ്ങൾ പൂരിപ്പിച്ച് റെഡിയാക്കണം. എന്നാൽ ചില ഫോറങ്ങൾ നില്ല് ആയിട്ട് കൊടുക്കാവുന്നതും ആയിരിക്കും. എന്തു തന്നെയായാലും ഇത്രയും ഫോറങ്ങൾ നിങ്ങളുടെ പ്രിസൈഡിംഗ് ഓഫീസറുടെയോ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയോ ഒക്കെ പരിഗണനയ്ക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ഇതിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തത് 17C ആണ്. അക്കൗണ്ട്സ് ഓഫ് വോട്ട്സ് റെക്കോർഡഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോറമാണ്. കൗണ്ടിങ് ടേബിളിലേക്ക് പോകുന്ന ഫോറമാണ്. അപ്പോൾ അത് ഒരു 10 ഫോമിൽ കൂടുതൽ 10+ നമുക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആ സപ്ലൈ ചെയ്ത കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അത്ര തന്നെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന്റെ അത്രയും തന്നെ ഏജന്റുമാരും ഉണ്ടാവും. അവർക്കൊക്കെ ഓരോ കോപ്പി കൊടുക്കേണ്ടതായിട്ട് വരും വൈകുന്നേരം. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ മാത്രം ഒരു കോപ്പി തയ്യാറാക്കിയിട്ട് ബാക്കി പോളിംഗ് ഓഫീസർമാരെ കൊണ്ട് ബാക്കി കോപ്പികളൊക്കെ തയ്യാറാക്കണം. രണ്ടാമത്തത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ EVM കവർ തന്നെയാണ്. അതും അതിനോട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പം ചിലർക്ക് ഒരു സംശയമുണ്ട്, നമ്മൾ റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിൽ ഏതൊക്കെ കൊടുക്കണം. ഏതോ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിൽ ഏതൊക്കെ കൊടുക്കണം, കൗണ്ടറിൽ ഏതൊക്കെ കൊടുക്കണം. അങ്ങനെ റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിൽ കൊടുക്കുക എന്നും പറഞ്ഞൊന്നില്ല. നമ്മൾ ആ റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും EVMന്റെ ഒപ്പം മേടിക്കുന്ന പേപ്പറുകൾ എന്നാണ് അതിന് പറയുന്നുള്ളൂ. അപ്പം എല്ലാം ചിലപ്പോൾ ഒരു കൗണ്ടർ തന്നെ ആയിരിക്കും വാങ്ങുക. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു രീതിയില്ല. ഈ ക്രമത്തിൽ നമ്മൾ റെസീറ്റിന്റെ ക്രമത്തിൽ കവറുകൾ തയ്യാറാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് അവർ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം രണ്ടാമത്തെ ഫോംസ് ഇതാണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട്. അതിൽ 5 ഫോമുകൾ ഉണ്ട്. ശരിക്കും കവർ ഞാൻ പറയുന്നില്ല, ഫോമുകളാണ്. അപ്പോൾ ആദ്യത്തെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്കറിയാം. രണ്ടാമത്തെ ഫോം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് പാർട്ട് 2 എന്ന് പറയുന്നത് പവർ പാക്ക് റീപ്ലേസ്മെന്റ് ആണ്. കൺട്രോൾ യൂണിറ്റിന്റെ പവർ പാക്ക് റീപ്ലേസ്മെന്റ് ആണ്. C എന്ന് പറയുന്നത് വീണ്ടും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് തന്നെ, പാർട്ട് 3, അതായത് പ്രസ്സിംഗ് ഓഫ് ക്ലോസ് ബട്ടൺ. വൈകുന്നേരം എലക്ഷൻ കഴിഞ്ഞ് ക്ലോസ് ബട്ടൺ അമർത്തി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. ഒന്നുമില്ല, ഞാൻ എലക്ഷൻ കഴിഞ്ഞിട്ട് ക്ലോസ് ബട്ടൺ അമർത്തിയിട്ടുണ്ട് എന്നൊരു പ്രസ്താവന ഒരു റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം ക്ലോസ് ബട്ടൺ അമർത്താതെ എങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമായില്ലേ. അപ്പോൾ ക്ലോസ് ബട്ടൺ അമർത്തി എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. നാലാമത്തെ കവറ് EVM റിപ്പോർട്ട് പാർട്ട് 4 ആണ്. EVM VVPAT റീപ്ലേസ്മെന്റ് ആണ്. അഞ്ചാമത്തെ ഇതും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് പാർട്ട് 5 EVM VVPAT റീപ്ലേസ്മെന്റ് തന്നെയാണ്. ഇപ്പൊ ഈ 5 തരത്തിൽ പാർട്ട് 1, 2, 3, 4, 5 എന്നിങ്ങനെ 5 എണ്ണം ഉണ്ടാവും. ഈ 5 എണ്ണവും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് തന്നെയാണ്. അതിൽ ആദ്യത്തേത് മാത്രമാണ് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്. എന്നാൽ കവറിലിടുന്ന സമയത്ത് ഈ 5 ഇടണം. അതാണ് കറക്റ്റ്. ചിലത് ഫോമിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും 1, 2, 3 ഇട്ടാൽ മതി. നിങ്ങൾ ആ 5 ഫോറും ബാക്കി ഇല്ലാത്തതാണെങ്കിൽ നില്ലടിക്കുക, അതിലേക്ക് കടത്തിയാൽ മതി. അപ്പോൾ ഇതാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമായിട്ട് ഒരു കവറില്ല. ഈ 5 ഫോമും കൂടി ഒരു കവറിലാണ്. ക്ലിയർ ആവുമെന്ന് വെച്ചു. ഇത് EVM കവറാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തേതാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദെൻ വിസിറ്റ് ഷീറ്റ്. ഈ വിസിറ്റ് ഷീറ്റ് എന്ന് പറയുന്ന അതിൻ്റെ മേൽഭാഗത്തൊക്കെ
പ്രിസൈഡിംഗ് ഓഫീസർ എഴുതണം. അതായത് സെന്റർ മറ്റതൊക്കെ എഴുതി വെച്ച് ഒരു വിസിറ്റ് ഷീറ്റ് നമ്മളുടെ ഔദ്യോഗിക സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർ വരുമ്പോൾ കൊടുക്കേണ്ടതാണ് വിസിറ്റ് ഷീറ്റ്. അപ്പൊ വിസിറ്റ് ഷീറ്റിൽ എഴുതേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഈ വിസിറ്റ് ചെയ്യുന്ന ഔദ്യോഗിക സ്വഭാവമുള്ള ഓഫീസർമാർക്കാ. പ്രിസൈഡിംഗ് ഓഫീസർക്ക് അതിൽ ആ കാര്യങ്ങളൊന്നും എഴുതാൻ ഉള്ള എഴുതേണ്ട ആവശ്യമില്ല. എന്നാൽ അതിൽ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ മേലെ പിന്നെ ബൂത്ത് നമ്പർ, അതേപോലെ പോളിംഗ് സ്റ്റേഷന്റെ കോൺസ്റ്റിറ്റ്യുവൻസി, പോളിംഗ് സ്റ്റേഷന്റെ പേര്, അത്തരത്തിൽ എഴുതാനുണ്ടെങ്കിൽ എഴുതണം. അടിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടാനുണ്ടെങ്കിൽ അത് ഒപ്പിടുകയും ചെയ്യണം. പക്ഷെ മാറ്ററൊക്കെ എഴുതേണ്ടത് ഈ വരുന്നവരാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. എങ്കിൽ പോലും അത് തയ്യാറാക്കുന്ന ഇത്തരത്തിലൊരു രൂപത്തിലേക്ക് ആക്കേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസർ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ഫോം പ്രിസൈഡിംഗ് ഓഫീസറുടെ കോളത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി അഞ്ചാമത്തത് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ്. 14A അന്ധരും ബധിരരുമായ പിന്നെ അവശരുമായ വോട്ടർമാരുടെ ഒരു ലിസ്റ്റാണ് 14A. അതിനുശേഷം ഒരു ഫോം കൂടി ഉണ്ട്, ഡിക്ലറേഷൻസ് ഓഫ് ദ കമ്പാനിയൻ. അതായത് ഇവരെ അനുഗമിച്ചല്ല, ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്ത സഹായി, ആ സഹായിയുടെ ഒരു സത്യപ്രസ്താവനയുണ്ട്. ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ടും വോട്ട് ചെയ്തിട്ടില്ല ഇന്നേ ദിവസം, മാത്രമല്ല ഞാൻ ഈ വോട്ടിന്റെ സീക്രസി കാത്തു സൂക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്പാനിയൻ, അതായത് സഹായി ഒരു പിന്നെ ഡിക്ലറേഷൻ തരുന്നുണ്ട്. അത് രണ്ടും കൂടി ഒരു കവറിലാണ് ഇടേണ്ടത്. സോ അതിനാണ് ഞാൻ അഞ്ചാമത്തേല് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടർ, അന്ധനും അവശരുമായ വോട്ടർമാരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതൊരു ഫോമാണ്, 14A എന്ന് പറയുന്ന ഫോം. അതിൻ്റെ കൂട്ടത്തിൽ ഈ കമ്പാനിയൻ്റെ, അവർക്ക് വേണ്ടി വോട്ട് ചെയ്തത് കമ്പാനിയൻ ആയിരിക്കുമല്ലോ, ആ കമ്പാനിയൻ്റെ ഒരു ഡിക്ലറേഷൻ, സത്യപ്രസ്താവനയും ഉണ്ട്. 2 ഫോമാണ്. ആ 2 ഫോമും കൂടി ഒരു കവറിലാണ് ഇടുക. അതാണ് അഞ്ചാമത്തത്. ഞാനിവിടെ കവർ പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഏതൊക്കെ ഫോമുകൾ തയ്യാറാക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ദെൻ ആറാമത്തത് ലിസ്റ്റ് ഓഫ് യൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഇൻ 17B. അതായത് നമ്മളൊരു ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് സപ്പോസ് 20 ബാലറ്റ് പേപ്പർ തന്നിട്ടുണ്ടാവും. ടെൻഡേർഡ് ബാലറ്റ് ചെയ്യാൻ വേണ്ടി ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ 20 എണ്ണം തന്നിട്ടുണ്ടാവും. അതിൽ ചില സന്ദർഭത്തിൽ 1-2 എണ്ണം നമ്മൾ നിർഭാഗ്യവശാൽ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിരിക്കാം. അങ്ങനെയെങ്കിൽ ആ ഉപയോഗിച്ചതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ സീരിയൽ നമ്പറൊക്കെ വെച്ചിട്ട്. മനസ്സിലായല്ലോ? അതാണ് ലിസ്റ്റ് ഓഫ്, അതൊരു ഫോമാണ്. ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോമാണ്. ആ ഫോം ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിനെ സംബന്ധിച്ച് ഏതിന് യൂസ്ഡ് ആണ് കേട്ടോ. ഉപയോഗിച്ച ടെൻഡേർഡ് ബാലറ്റ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ ഒരാൾ വന്നു, അയാൾക്ക് വേണ്ടി മറ്റൊരാൾ വോട്ട് ചെയ്തു പോയി അയാളുടെ വോട്ട്, അപ്പോൾ അയാൾക്ക് അനുവദിക്കാവുന്ന ഒരു വോട്ടാണ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ. ആ ബാലറ്റ് പേപ്പർ വെച്ചിട്ടുള്ള അത് വോട്ടിംഗ് മെഷീനിൽ ചെയ്യാറില്ല, അയാളുടെ പേര് വോട്ടേഴ്സ് രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. അവർക്ക് മറ്റൊരു സംവിധാനമാണ് ടെൻഡർ ബാലറ്റ് കൊടുക്കുക. അപ്പോൾ ടെൻഡേർഡ് ബാലറ്റ് കൊടുത്ത് അതിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു റെക്കോർഡ്, ആ ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് 17B ഫോമിൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കവറിലേക്ക് വരുമ്പോൾ കവറിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ആ യൂസ് ചെയ്ത പേപ്പർ, ബാലറ്റ് പേപ്പറും കൂടി ഈ കവറിലാണ് ഇടുന്നത്. അതിപ്പോൾ പിന്നീട് പറയാം. അപ്പം ഞാനിവിടെ ഫോം മാത്രമായതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തത് ലിസ്റ്റ് ഓഫ് ചലഞ്ചഡ് വോട്ട്സ് ഇൻ ഫോം 14. അപ്പോൾ 14 ചലഞ്ചഡ് വോട്ടാണ്. ചലഞ്ചഡ് വോട്ട് എന്ന് പറഞ്ഞൊരു വോട്ടൊന്നുമില്ല, പക്ഷേ ചലഞ്ച് ചെയ്തിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ സമ്മതിച്ച ഒരാളുടെ ഐഡന്റിറ്റി ഏജന്റുമാർ ചലഞ്ച് ചെയ്തു, അയാൾ ഇന്ന ആളല്ല എന്നൊക്കെ ചലഞ്ച് ചെയ്താൽ അയാൾ ഈ പിന്നെ ചലഞ്ച് ചെയ്തയാൾ അത് സമ്മതിക്കില്ല, ഞാൻ ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റാണ് ലിസ്റ്റ് ഓഫ് ചാലഞ്ചഡ് വോട്ട്. അത് പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ടതാണ് ഫോം 14. അതാണ് ഏഴാമത്തത്. എട്ടാമത്തത് അപ്പോയിൻമെന്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജന്റ്സ് ഇൻ ഫോം 10 ആൻഡ് അക്കൗണ്ട്സ് ഓഫ് അപ്പോയിൻമെന്റ് ഓഫ് പോളിംഗ് ഏജന്റ്സ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, എട്ടാമത്തത് എന്താന്ന് വെച്ചാൽ പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള കത്ത്, അതായത് സ്ഥാനാർത്ഥി പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചുകൊണ്ട് ഫോം 10 ഒരു കത്ത് തരും. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ഈ കത്ത് തരാം. അവർ രണ്ടുപേരുമാണ് സാധാരണഗതിയിൽ തരുന്നത്.
അത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് അവർ ഒപ്പിട്ടിട്ടുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന പോലെ സീക്രസി കാത്ത് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോളിംഗ് ഏജന്റ് ഒപ്പിട്ടതിന് ശേഷമാണ് അവർക്ക് പാസ്സൊക്കെ കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഉണ്ട് അക്കൗണ്ട്സ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് പോളിംഗ് ഏജന്റ്സ്. അതിനുശേഷമാണ് നമ്മൾ പോളിംഗ് ഏജന്റുമാരെ നിയമിക്കുന്നത്. അപ്പോൾ ആ പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചതിന്റെ ഒരു അക്കൗണ്ട്സ് നമ്മൾ അത് ഫോം ഉണ്ട്, ആ ഫോമിൽ റെഡിയാക്കണം. ആ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഇന്നയാളെ നിയമിച്ചു, ഇന്ന സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റായിട്ട് ഇന്ന ആൾക്കാരെ നിയമിക്കും, അവരുടെ പേര്, അവരുടെ ഏത് സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ദെൻ 9ാമത്തത് ഡിക്ലറേഷൻസ് ആണ്. ഈ ഡിക്ലറേഷൻസ് പ്രധാനമായിട്ട് 4 ഡിക്ലറേഷൻസ് ആണ് ഇവിടെ വരുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഡിക്ലറേഷൻസ് 4 കൂടി ഒരു കവറിലാണ് ഇടുന്നത് കേട്ടോ. അല്ലാതെ ഓരോ ഡിക്ലറേഷനും സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല. അതായത് ഡിക്ലറേഷൻ ബിഫോർ കമൻസ്മെന്റ്, വോട്ടെടുപ്പിന് മുമ്പ് ഒരു ഡിക്ലറേഷൻ നമ്മൾ ഉറക്കെ വായിക്കലുണ്ടല്ലോ, പ്രിസൈഡിംഗ് ഓഫീസർ വായിക്കണമെന്നൊക്കെ പറയുന്ന ഒരു ഡിക്ലറേഷൻ ഉണ്ട്. പിന്നെ ഡിക്ലറേഷൻ അറ്റ് ദ ടൈം സബ്സിക്വന്റ് വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിക്ലറേഷൻ ഉണ്ട്. പിന്നെ വോട്ട് എൻഡ് ഓഫ് ദ പോളിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. പിന്നെ ആഫ്റ്റർ സീലിംഗ് ഓഫ് ദ വോട്ടിംഗ് മെഷീൻ അന്നേരം ഒരു ഡിക്ലറേഷൻ ഉണ്ട്. 4 ഡിക്ലറേഷൻ. ഇത് 4 നമ്മളെ ഡിക്ലറേഷൻസ് ബൈ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയപ്പെടുന്ന ഈ 4 ബിഫോർ കമൻസ്മെന്റ്, അറ്റ് ദ ടൈം സബ്സിക്വന്റ് വോട്ടിംഗ് മെഷീൻ യൂസ്ഡ്, അറ്റ് ദ എൻഡ് ഓഫ് ദ പോള്, ആഫ്റ്റർ സീലിംഗ് ഓഫ് ദ വോട്ടിംഗ് മെഷീൻ. ഈ 4 പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡിക്ലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 4 ഡിക്ലറേഷൻസിൽ 2ാമത്തത് മാത്രമാണ്, അതായത് അറ്റ് ദ ടൈം സബ്സിക്വന്റ് വോട്ടിംഗ് മെഷീൻ യൂസ്ഡ്, പുതുതായിട്ടൊരു വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡിക്ലറേഷൻ നടത്തണം. അതുമാത്രമാണ് മിക്കവാറും എല്ലാവർക്കും ഇല്ലാത്തത്. അത്തരത്തിലൊരു ഏതെങ്കിലും ഒരു ബൂത്തിൽ അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അത് എടുക്കണം. അപ്പോൾ ആ സംഭവം വരുമ്പോൾ എന്ത് മതി, നമ്മൾ അത് നില്ല് അടിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ ഈ 4 ബാക്കി 3 എല്ലാവർക്കും ബാധക. ബിഫോർ കമൻസ്മെന്റും എൻഡ് ഓഫ് ദ പോളും ആഫ്റ്റർ സീലിംഗ് ഓഫ് ദ വോട്ടിംഗ് മെഷീനും എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അത് നമ്മൾ ഈ 4 കൂടി ഒരു കവറിലിടുക. ഇല്ലാത്തതിന് മാത്രമേ, 2ാമത്തേന് മാത്രമേ ഇല്ലെങ്കിൽ അത് നില്ലെന്ന് എഴുതുക. ദെൻ 10ാമത്തെ ഫോം. അപ്പൊ ഇവിടൊക്കെ 4 ഫോം വന്നു കേട്ടോ. ഈ 4 ഫോമും നമ്മൾ ശ്രദ്ധിക്കുക. 8ാമത്തേല് പോളിംഗ് ഏജന്റിന്റെ നിയമത്തിൽ 2 ഫോം വന്നു. അതായത് പോളിംഗ് ഏജന്റിന്റെ നിയമന കത്തും ഫോം 10 അതിന്റെ അക്കൗണ്ട്സ് ഉണ്ടാക്കിയതും. ഡിക്ലറേഷൻസിൽ 4 ഫോം വന്നു, ഒരു കവറിൽ ഇടുന്നേ ഉള്ളൂ. ദെൻ 10ാമത് ഡിക്ലറേഷൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം എലക്ടേഴ്സ് ആസ് ടു ദെയർ ഏജ്. 1, അതായത് ഒരാൾക്ക് പ്രായമായില്ല എന്നൊരു സംശയം തോന്നിയാൽ, തീരെ കൊച്ചുകുട്ടിയാണ്, എന്തോ തട്ടിപ്പ് കാണിച്ച് വോട്ടർ പട്ടികയിൽ നേടിയാന്ന് വെച്ചാൽ നമുക്ക് അവരെ പറ്റി അവരുടെ അടുത്ത് നിന്നൊരു പ്രസ്താവന മേടിക്കാം, സത്യപ്രസ്താവന വാങ്ങാവുന്ന, അതാണ് ഡിക്ലറേഷൻസ്. 2ാമത് ആൻഡ് റെഫ്യൂസ് ടു മേക്ക് ഡിക്ലറേഷൻസ് ആസ് ടു ദെയർ ഏജ്, പ്രായത്തെ സംബന്ധിച്ച ഡിക്ലറേഷൻ തരാൻ വിസമ്മതിച്ചവരുടെ ഒരു പട്ടിക. അപ്പൊ 2 പട്ടിക, ഈ 2 ഫോമായി ഇവിടെ. ഡിക്ലറേഷൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം എലക്ടേഴ്സ് ആസ് ടു ദെയർ ഏജ് ഉണ്ട്. പിന്നെ ഈ ഡിക്ലറേഷൻസ് തരാൻ മടി കാണിച്ചവർ, തരാത്തവരുടെ 1. ചിലപ്പോൾ അത് 2 കൂടി ഒരു ഫോമിൽ സെറ്റ് ചെയ്തും തരാവുന്നതാണ്. ഇതാണ് വയസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ഫോമാണ്. ഫോം 11 ഇതിനകത്ത് ഇതിൽ 2 ഫോം, 9ാമത്തേൽ 4 ഫോം, 8ാമത്തേൽ 2 ഫോം, അങ്ങനെ ഓരോത്തിലും ഫോമിന്റെ എണ്ണങ്ങൾ ഉണ്ട്. ഏതൊക്കെ ഫോം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ നമ്പർ ഇങ്ങനെ സെപ്പറേറ്റ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഈ നമ്പർ ഇട്ടതെല്ലാം ഒറ്റ കവറിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ആ ഒരു നമ്പറിൽ തന്നെ സബ് ഡിവിഷൻസ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 9ാമത്തെ കവറിൽ ഡിക്ലറേഷൻ 4 ഫോം ഉണ്ട്. ആ 4 ഒറ്റ കവറിലാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് 9ൽ തന്നെ ആ ABCD കാണിച്ചിരിക്കുന്നത്. 10ാമത്തേൽ 2 ഫോം ഉണ്ടാവാം. റെഫ്യൂസ് ടു ഡിക്ലറേഷൻസ് തരാൻ മടിച്ചവരുണ്ടാവും, ഡിക്ലറേഷൻ തന്നവരും ഉണ്ടാവും. പോളിംഗ് ഏജന്റ് ആണ്, പോളിംഗ് ഏജന്റിന്റെ നിയമനം ഉണ്ടാവും, അതിന്റെ അക്കൗണ്ട്സ് വേറൊരു ഫോമും ഉണ്ടാവും. ഇനി 11ാമത് ഡിക്ലറേഷൻ ബൈ ദി എലക്ടർ അണ്ടർ ടെസ്റ്റ് വോട്ട്. ടെസ്റ്റ് വോട്ട് ചെയ്യുന്ന സമയത്ത്, ടെസ്റ്റ് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ വ്യക്തി ഒരു ഡിക്ലറേഷൻ തരണം. ഞാൻ ഇന്ന പോലെ എൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തപ്പോൾ വേറൊരു സ്ഥാനാർത്ഥിക്കായിട്ടാണ് കണ്ടത്, ഞാൻ എങ്ങനെ സത്യമാണ് പറയുന്നത്, ഞാൻ അല്ലാതെ പറഞ്ഞാൽ ലഭിക്കാവുന്ന ശിക്ഷയെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷൻ. അത് 49MA എന്ന് പറയുന്ന റൂൾ അനുസരിച്ചാണ് അത് വരുന്നത്. ടെസ്റ്റ് വോട്ട് എന്താണെന്ന് എല്ലാവരും ഇതിനകം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടെസ്റ്റ് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 2ാമത് ഒരിക്കൽ കൂടി അതേ പേരും അതേ ക്രമ നമ്പറും വോട്ടേഴ്സ് രജിസ്റ്ററിൽ എഴുതിയിട്ടാണ് നമ്മൾ
പ്രിസൈഡിംഗ് ഓഫീസർ ടെസ്റ്റ് വോട്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് വോട്ട് ചെയ്യുന്ന സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജൻസും അദ്ദേഹത്തിനെ അനുഗമിച്ച് ആ കമ്പാർട്ട്മെന്റിൽ ചെന്നിട്ടാണ് ടെസ്റ്റ് വോട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു ടെസ്റ്റ് വോട്ടാണ്. ഈ മെഷീനിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് അറിയണം. ഇത്തരത്തിൽ അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ മെഷീൻ എന്തോ തകരാറുണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടി പോകുന്നത്. അതൊരു വോട്ടല്ല, അതൊരു ടെസ്റ്റ് വോട്ടാണ്. അതാണ് അതിനെ സംബന്ധിച്ച്. അതെന്തായാലും പിന്നെ നമ്മൾ റിസൾട്ട് അറിയുന്ന വോട്ടിംഗ് കൗണ്ടിങ് സ്റ്റേഷനിൽ വെച്ച് ആ വോട്ട് മൈനസ് ചെയ്യും. ഏത് സ്ഥാനാർത്ഥിക്കാണോ ഈ ടെസ്റ്റ് വോട്ട് ചെയ്തത് അത് മൈനസ് ചെയ്യും. ഓക്കെ, അടുത്ത ഫോം ഡിക്ലറേഷൻ ബൈ എലക്ടർ ഹൂസ് നെയിം ഈസ് ഇൻ ASD ലിസ്റ്റ്. ഒരു ലിസ്റ്റ് അത് പോകുന്നത് ഏതൊരു ബൂത്തിലും ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് BLO മുഖാന്തരമാണ്. BLOയ്ക്കാണ് ആ ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അയാളും റിട്ടേണിംഗ് ഓഫീസറും കൂടി ചേർന്ന് ഇത്തരത്തിലൊരു ലിസ്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആബ്സെന്റി, അതായത് സമയത്ത് ഇവിടെ സ്ഥലത്തില്ലാത്തവരുടെയും താമസം മാറിപ്പോയവരുടെയും മരണപ്പെട്ടവരുടെയും ലിസ്റ്റാണത്. ASD ലിസ്റ്റ് എന്ന് പറയും. ആബ്സെന്റി, ഷിഫ്റ്റഡ്, ഡെഡ്, ഇത്രയും പേരുടെ അടങ്ങിയ ഒരു ലിസ്റ്റ്. കള്ളവോട്ട് തടയാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് നമ്മൾ ഈ ASD ലിസ്റ്റിനെ കാണുന്നത്. ആ ASD ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാൻ വന്നാൽ, ASD ലിസ്റ്റിലുള്ള ആരെങ്കിലും വോട്ട് ചെയ്യാൻ ഇയാളാണെന്നും പറഞ്ഞ് വോട്ട് ചെയ്യാൻ വന്നാൽ അയാളെ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നാണ്. ശരിക്കും അയാളെ ഒരു സംശയദൃഷ്ടിയോടെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ കാണുക എന്നുള്ളതാണ് സത്യം. കാരണം അയാൾ ഈ ലിസ്റ്റിലുള്ള മരണപ്പെട്ടതാണോ, പിന്നെ ഷിഫ്റ്റഡ് ആണോ, അല്ല ആബ്സെൻ്റ് ആണോ എന്നൊക്കെ സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആബ്സെൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷിഫ്റ്റഡ് എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തേക്ക് താമസം മാറിയാൽ പോലും അയാളുടെ വോട്ട് ഇവിടെ തന്നെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അയാൾ ഇവിടെ വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയിൽ അർഹനാണെങ്കിൽ ഇവിടെ അയാളുടെ ഐഡന്റിറ്റി ഇവിടെ ഉണ്ട്, ID കാർഡ് ഉണ്ട്, അയാൾ ഈ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അയാൾ വോട്ട് ചെയ്യിച്ചേ പറ്റൂ, യഥാർത്ഥ വോട്ടർ ആണെങ്കിൽ. അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷൻ മേടിക്കുന്നുണ്ട്. അതാണ് ആ ASD ലിസ്റ്റിലുള്ളവരോട് മാത്രമാണ് ഈ ഡിക്ലറേഷൻ വാങ്ങുന്നത്. അതാണ് നമ്മൾ 12ാമത് പറഞ്ഞ ഡിക്ലറേഷൻ ബൈ എലക്ടർ ഹുസ് നെയിം ഈസ് ഇൻ ASD ലിസ്റ്റ്. ആ സത്യപ്രസ്താവന അവരുടെ നിന്ന് വാങ്ങി ഒപ്പിടണം. അതിനൊക്കെ ഫോം സപ്ലൈഡ് ആണ്, തന്നിട്ടുണ്ടാവും. നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, ഈ പറയുന്ന ഫോം എല്ലാം നമുക്ക് തന്നിട്ടുണ്ടാവും. അടുത്തത് 13, നമ്പർ 13 പറയുന്നത് ലെറ്റർ ഓഫ് കംപ്ലൈന്റ് ടു SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കൊടുക്കാനുള്ള കംപ്ലൈന്റ്. അതായത് ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ഏജന്റ് ഒരു ചലഞ്ച് ഉന്നയിച്ചു. അയാളുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യാണ്. അയാൾ ഇന്നയാളല്ല, വന്ന് പറയുന്ന ആള് അയാളല്ല എന്ന് പറഞ്ഞ് അയാൾക്ക് അങ്ങനെ അയാളുടെ ചലഞ്ച് വിജയിച്ചാൽ, അത് യഥാർത്ഥത്തിൽ അയാളാണെന്ന് തെളിയിക്കാൻ അയാളെടുത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരാള് അയാളല്ല ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാളെ ഒരു എന്താ പറയണ്ടേ, കള്ള വോട്ടറായിട്ടൊക്കെ സംശയിച്ചിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യം വന്നാൽ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർ ഒരു ഫോം ഉണ്ട്, ആ കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഒരു ലെറ്റർ ഉണ്ട്, ഫോം. ആ ഫോമിൽ കംപ്ലൈന്റും ഇയാളെയും കൂടി പോലീസിന് കൈമാറണം എന്നാണ് വ്യവസ്ഥ. ആ ലെറ്റർ ഓഫ് കംപ്ലൈന്റിന്റെ കോപ്പിയാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ദെൻ അവസാനം അക്വിറ്റൻസ് റോൾ ഓഫ് TA ടു പോളിംഗ് പേഴ്സണൽ ഇഫ് എനി. അക്വിറ്റൻസ് റോൾ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കവർ, ഫോം ഉണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്യുക. ഇപ്പം എല്ലാം ഓൺലൈൻ പിന്നെ ഇടപാടായതുകൊണ്ട് അതിന് സാധ്യതയില്ല. കവറിലേക്ക് വരുമ്പോൾ ആ കവർ വെറുതെ വെച്ചാൽ മതി. ഫോം ഇല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എല്ലാ ഫോംസും പറഞ്ഞു കഴിഞ്ഞു. ഇതിലിപ്പോൾ എണ്ണം പറഞ്ഞാൽ ഈ 14 ഫോം അല്ല ഉള്ളത്, ഓരോ സബ് ഡിവിഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 ഒരു ഫോമേ ഉള്ളൂ, രണ്ടാമത്തേൽ 5 ഫോം ഉണ്ട്, അപ്പോൾ 6 മൂന്നാമത്തേൽ 1 ഫോം, നാലാമത്തേൽ 1 ഫോം, അഞ്ചാമത്തേൽ 2 ഫോം, 6ാം നമ്പറിൽ 1 ഫോം, 7ാമത്തേൽ 1 ഫോം, 8ാമത്തേൽ 2 ഫോം, 9ാമത്തേൽ 4 ഫോം, 10ൽ 2 ഫോം, ചിലപ്പോൾ അതെണ്ണം ഒന്നിച്ചോ ആയിക്കൂടെയില്ല, 11ൽ 1 ഫോം, 12ൽ 1 ഫോം, 13ൽ 1 ഫോം,
14 ചിലപ്പോൾ ഫോം ഉണ്ടോ, ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇത്രയുമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഈ പോളിംഗ് ഓഫീസർമാർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഓരോ കേസിലും കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒന്നുകൂടി ഞാൻ വിശദമാക്കിയത്. അടുത്ത ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ട കവറുകൾ മുഴുവനായിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് സഹായകരമായേക്കാം, ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ എന്ത് തന്നെയായാലും നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ്, ഒരു അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. അത് എന്തോ ആവട്ടെ. അല്ലെ നിങ്ങളുടെ അഭിപ്രായം പോരാന്നോ, അല്ലെങ്കിൽ സഹായകരമാണെങ്കിൽ അങ്ങനെയെന്നോ, അല്ലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്, അല്ലെ കുറച്ചുകൂടി ഇന്ന കാര്യങ്ങൾ പറയാമായിരുന്നു, പറയണം എന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം ഇടുക, ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.